guys, welcome back to my YouTube channel. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വക ഈദ് മുബാറക്. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 31 12 മണി കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് നമ്മുടെ പെരുന്നാൾ. ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും കുറച്ച് പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളത്തെ പെരുന്നാൾ വ്ളോഗ് ഇന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, ഇന്ന് കുറച്ച് ക്ലിപ്സ് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ. കണ്ണടച്ച് തുറന്നപ്പോഴേക്കും നമ്മുടെ നോമ്പും കഴിഞ്ഞതാ, നാളെ പെരുന്നാളുമായി. അപ്പോൾ എനിക്ക് ആകെ ഓർമ്മ നമ്മൾ ഫസ്റ്റ് ഒരു വ്ളോഗ് എടുത്തപ്പോൾ ലൈക്ക് നമ്മുടെ ഡേ 1 ഡേ 2 ഡേ 3 ഒക്കെ ഫുള്ള് 30 ദിവസത്തെയും ലോങ് വീഡിയോ ഇടണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. ആകെ 3-4 ദിവസത്തെ ലോങ് വീഡിയോ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ, പിന്നെ അത് നടന്നില്ല. അപ്പോൾ അടുത്ത നോമ്പിന് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെല്ലാം റമദാൻ സീരീസ് 30 ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതേപോലെ ആവാതിരിക്കട്ടെ. അപ്പോൾ ഈ വട്ടത്തെ നോമ്പ് പെട്ടെന്ന് തീർന്നത്. എനിക്ക് ആകെ ആ ഡേ 1 ഡേ 2 ഡേ 3 വ്ളോഗൊക്കെ എടുത്ത ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ 28ാമത്തെ നോമ്പായി, വീട്ടിൽ വന്ന് ഇപ്പോൾ 29 നോമ്പും കഴിഞ്ഞ് നാളെ പെരുന്നാളുമായി. എത്ര പെട്ടെന്നാണ് ടൈം പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് പെരുന്നാൾ? എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു? എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഇവന്മാരുടെ കുറച്ച് കലാപരിപാടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്തായാലും ഇപ്പോഴേ എങ്ങനെ നമ്മൾക്ക് വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി. അത് കിട്ടി. ഇതെന്തായാലും ഇടൂലേ അബ്ദുള്ള? ഒരു കുഴപ്പമില്ല. അഹങ്കാരം ഗൈസ്. ഇപ്പം ഇതാണ് പരിപാടി. അബ്ദുള്ള കാറ് കഴുകിയത് കണ്ടോ, ഉഷാറ് തന്നെ. അബ്ദുള്ള 2 വാക്ക് പറ, എങ്ങനെ ഉണ്ടായിരുന്നു കാറ് കഴുകിയിട്ട്? ഇവൻ സഹായിച്ചോ? കാണിക്കുന്ന കണ്ടില്ലേ? അയ്യേ, ഇത് നോക്കിയടാ. പെരുന്നാളായിട്ട് എന്താ പറയാനുള്ളത്? എടാ പെരുന്നാളായിട്ട് 2 വാക്ക് പറ. പെരുന്നാളായിട്ട് ഒരു ഈദ് മുബാറക് പറ. ഇവന് എന്താ വേണം? കാറൊക്കെ വൃത്തിയായിട്ട് കഴിയോ നമുക്ക് നോക്കാം. വെച്ച് എന്നെ നനപ്പിക്കല്ലേ അവർക്ക്. കൊഴപ്പില്ലാണ്ട് വൃത്തിയായിട്ടുണ്ട്. ഇപ്പൊ രാത്രി എത്ര മണിയാ? 1 മണിയോ 12 മണിയായി? 12:45 പെരുന്നാളായിട്ട് എന്തൊക്കെയാണ് വിശേഷം എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊക്കെയാണ് വിശേഷം. നല്ല വൃത്തിയാണ്. ഇവനെ ഈ കാര്യം പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അബദ്ധം. ഈ വൈപ്പർ എന്തെങ്കിലും അയ്യേ, ആരുടെ പേര് എഴുതിയെന്ന് പറ. ഇത് താത്തെ ഒടിയോ? നാളെ കാണാം ഗായ്സ് എന്ന് പറ. ഒന്ന് പറ, നാളെ കാണാം ഗായ്സ് പറ. നാളെ കാണാം ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇപ്പോൾ ഇതാ പെരുന്നാളൊക്കെ നിസ്കരിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ രാവിലെ എല്ലാവരും എണീറ്റ് അവന്മാരൊക്കെ പള്ളിയിൽ പോയി. ഇപ്പോൾ ഇതാ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകും. എല്ലാവരും കഴിച്ച് ഞാൻ ഇനി പോയി കഴിക്കണം. കാരണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കൂടെ പോകും. ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി പരിപാടി. അപ്പം നമ്മുടെ പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ ഇവിടെയും പത്തിരിയും ബീഫ് കറിയും. നമ്മുടെ വീട്ടിൽ ഒന്നെങ്കിൽ പത്തിരി, അല്ലെങ്കിൽ ഇടിയപ്പം, അല്ലെങ്കിൽ അപ്പം. ഇത് 3-ൽ ഏതെങ്കിലും ആയിരിക്കും പെരുന്നാളിനന്ന് രാവിലെ കഴിക്കാനായി. ഫുഡൊക്കെ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിക്കെടുക്കണം. ഇതൊക്കെ തന്നെ നമ്മുടെ മെയിൻ പരിപാടി. അമ്മയെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഉമ്മ ഇപ്പൊ പോവും. സാധാ ഇത് പറ പറയണ രീതി മുമ്പ് പറയൂ. ടാബ് തരാം. ടാബ് വേണ്ട. ഇങ്ങോട്ട് വാ. കൊള്ളാമോ? ബാപ്പുമ്മ പോവാണ് ഗൈസ്. ബാപ്പുമ്മ നമ്മുടെ കൂടെ നമ്മുടെ അങ്ങോട്ട് വരുന്നില്ല. അപ്പം ബാപ്പുമ്മയുടെ സഹോദരിയുടെ വീട്ടിലോട്ട്
ട്വിൻ സിസ്റ്റർ അത് തന്നെ. അബ്ദുള്ള പോയിട്ട് ഇപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടാ പോയ. അറിയത്തില്ല എവിടാ പോയത്. എന്തുവാ അടുത്ത വർഷം അമ്മയുടെ ജന്മദിനം അടുത്ത വർഷം ഇതിനെക്കാട്ടി നല്ല മോടിയായിട്ട് നടത്താം. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് അടുത്ത വട്ടം നടത്താം. പോയിട്ടോ വാപ്പുമ്മ പോവാണേ. അപ്പോൾ വാപ്പുമ്മ പോയിട്ട് ഉമ്മേനി കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വരുമ്പോഴേക്കും നമുക്ക് റെഡി ആവണം. അത് അടുത്ത ടാസ്ക്. അബ്ദുള്ള ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എവിടെയോ പോയി. ആർക്കും അറിയത്തില്ല എവിടെ പോയി. നമ്മൾ വരുമ്പോൾ ഇനി അവനെ പിടിക്കണം. ഫുഡ് വല്ലതും കഴിക്കണ്ട. പോയി പെരുന്നാളാകുമ്പോൾ അമ്മയുടെ അനിയത്തിമാരൊക്കെ കാണാൻ പോകും. അങ്ങനെ പോകുന്ന പോക്കായത്. നമ്മളെല്ലാവരും പെരുന്നാളിന് ഫുഡൊക്കെ കഴിച്ചിട്ട് എപ്പോഴും മുച്ചാമ്മയുടെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. കാരണം അവിടെ ഉമ്മയുടെ ഇത്താമാരും എല്ലാവരും കാണും. അപ്പം നമ്മളെല്ലാവരും കൂടി എപ്പോഴും പെരുന്നാൾ ഓടുന്ന അവിടെ. ഈ വട്ടത്തെ പെരുന്നാൾ സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയൊന്നും അല്ല. എപ്പോഴും ഇതൊക്കെ തന്നെ ഫുഡ് കഴിക്കും, ഉറക്കം അതൊക്കെ തന്നെ. അങ്ങനെ വാപ്പുമ്മ പോയ ഗ്യാപ്പിന് ഞാൻ പിന്നെ പോയി റെഡി ആവാൻ പോയി. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി അത് കണ്ടു നോക്കണം. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ഇട്ട്, ഈ ഡ്രസ്സ് നമ്മൾ വാങ്ങിയത് സുറുമ ബുട്ടിക്കുന്നായിരുന്നു. അപ്പം എനിക്ക് റെഡ് ഇല്ലാഞ്ഞിട്ട് ഞാൻ റെഡ് വേണം എന്നും പറഞ്ഞ് വാങ്ങിയ ഒരു ഡ്രസ്സ്. അതുകൊണ്ട് എനിക്ക് ഇട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഈ കമ്മലൊക്കെ രാവിലെ ഓർഡർ ചെയ്തിട്ട്, തലേന്ന് ആമസോണിൽ ഓർഡർ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ, പെരുന്നാളിലെന്ന് രാവിലെയാണ് ഈ കമ്മലൊക്കെ കിട്ടുന്നത്. മെയിൻ ഉദ്ദേശം ഇതൊക്കെ ഇട്ടിട്ട് നല്ല പിക്ക് എടുക്കണം, വീഡിയോ എടുക്കണം. ഇതൊക്കെ തന്നെ നമ്മുടെ മെയിൻ ടാസ്ക്. അങ്ങനെ എന്തായാലും നമ്മൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ട് ഇനി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോകുന്നതിൻ്റെ ധൃതിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഈ വട്ടം എനിക്ക് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഞാൻ എടുത്തതാണ്, പക്ഷെ ഒന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ക്ലിപ്പെല്ലാം പോയി. അങ്ങനെ പിന്നെ അബ്ദുള്ളയുടെ കാലും കൈയും പിടിച്ചിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ വെളിയിൽ നിന്ന് എടുപ്പിച്ചത്. പക്ഷെ വീഡിയോ ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ട് അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കുമ്പോൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞെങ്കിലും വന്നപ്പോൾ അടിപൊളിയായിരുന്നു. ഗായ്സ്, അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മുച്ചാമ്മയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി ഇറങ്ങിയിരിക്കണം. ഫുള്ള് തിരക്കായിരുന്നു. ഫുള്ള് ഡ്രസ്സ് ചെയ്ത് ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്തായാലും വരുന്നതായിരിക്കും ഷോർട്സിനകത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. പിന്നെ പെട്ടെന്ന് ഞാൻ എന്താ റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അബ്ദുള്ളയുടെ കാലെ കൈ പിടിച്ചിട്ടാണ് എടുത്തത്. എന്തൊക്കെയോ സോപ്പിട്ട് ഞാൻ എടുത്ത് ഇപ്പോൾ അവന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉമ്മി കാർ എടുത്ത് വെളിയിലിട്ട്. അതിൻ്റെ അർത്ഥം ഇപ്പം ഇറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടുമെന്നാ. അപ്പോൾ ഇനിയിപ്പോൾ പോയി ഇറങ്ങണം. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ഇപ്പം നല്ല ലേറ്റായി, അതുകൊണ്ടാണ് കാറൊക്കെ ഉമ്മ എടുത്തതാണ് വെളിയിലിട്ട്. ഇനി അബ്ദുള്ളക്ക് ഫോട്ടോ എടുത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. നേരത്തെ ഇറങ്ങാത്തതിന് ഉമ്മ എന്നെ കൊല്ലും. എന്തായാലും എനിക്ക് ഉറപ്പാണ് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനായിരിക്കും വണ്ടി എടുക്കുന്നത്. ഉമ്മ എന്തായാലും വണ്ടി ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമ്മച്ചാമ്മയുടെ അവിടെയാണ് നമ്മൾ പണ്ട് മുതലേ ഉമ്മച്ചാമ്മയുടെ അവിടെ ഫുൾ നമ്മൾ പെരുന്നാൾ കൂടുന്നത്. ഉമ്മിടുത്താമാരും എല്ലാവരും വരും. അങ്ങനെ നമ്മൾ ഫുൾ അവിടെ ആയിരിക്കും പെരുന്നാൾ. അപ്പോൾ ഇനി അവിടെ പോയിട്ട് കാണാം. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം. ബാ, വീഡിയോ മതിയോ? എങ്ങനെ വെയിൽ പെട്ടെന്ന് അബ്ദുള്ളയുടെ ഫോട്ടോയും വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. കാരണം അബ്ദുള്ളക്ക് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അതിൻ്റെ ഇടയ്ക്കൂടെ ഉമ്മയും വണ്ടി എടുത്ത് വെളിയിലിട്ടേക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഇതിന് പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറിയത്. എന്താ പറയാനുള്ള? ആർക്കൊന്നും പറയാനില്ല. ഉമ്മയൊക്കെ കാണിക്കും, ഉമ്മയും ശാവച്ചൊക്കെ കാണിക്കും. അബ്ദുള്ള ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. ആരും സത്യാവസ്ഥ വെളിപ്പെടുത്തരുത്, കാരണം ഉമ്മയാണ് താമസിച്ചത്. ഇവിടെ ഒരു ഹമ്പ്. 10 മണിക്ക് ബിരിയാണി വെച്ചിട്ട് കാര്യമില്ല. ഞാനാണ് ലേറ്റായെങ്കിലും നൈസായിട്ട് അത് ഓരോരുത്തരുടെയും തലക്കിടാൻ നോക്കി, പക്ഷെ നടന്നില്ല. ലേറ്റായതിന് നല്ലപോലെ എനിക്ക് ഉമ്മയുടെ നിന്ന് വണ്ടിക്കകത്തിരുന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും കേട്ട്, ഫോട്ടോ എടുക്കാൻ താമസിപ്പിച്ചതിന് അബ്ദുള്ളക്കും കേട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. എന്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് ഇവര് പറയുന്നത്, കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മി ഓടിക്കുന്നത് ഞാൻ ഒരോട്ടം കാണിക്കാം. ഉമ്മി ഓടിക്കുന്നത് ഇതിലും മോശമാണ്. ആയിക്കോട്ടെ, വെറുതെ പറഞ്ഞ. ഉമ്മിയാണ് പ്രോ ഡ്രൈവർ, നമ്മള് പ്രോ ഒന്നുമല്ല. വഴി അതുകൊണ്ടാ ഇത്ര ഓടിച്ചേ.
ഉമ്മി വലിയ പ്രോ ഡ്രൈവ്. നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതാണ് ഗൈസ്. എന്തത്? ഞാൻ പണ്ടേ സ്മോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ? കൊള്ളായിരുന്നോ? എന്തോ കഴിച്ചു ഉച്ചക്ക്? ഇത് എന്തുവാ ഇത്? എങ്ങനെ ഉണ്ടായിരുന്നു ഹലിയുള്ള മോന് പെരുന്നാള്? അടിപൊളിയായിരുന്നോ? ഇത് എന്തുവാ ഇത്? അടിപൊളിയായിരുന്നോ? എന്തു ഉച്ചക്ക് കഴിച്ചേ? ബിരിയാണി 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 ഇറച്ചിക്കറി. ആണോ? എന്നാ ഇനി സ്കൂളിൽ പോണ്ട? അത് 2 മാസം കഴിഞ്ഞു. 2 മാസം? പെരുന്നാളിന് 2 മാസം ഉണ്ടോ നിങ്ങൾക്കൊക്കെ അവധി? ഇതൊക്കെ തന്നെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞങ്ങിരുന്ന്. പിന്നെ ഇവിടെ ആണെങ്കിൽ കസിൻസ് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടാൻ ഈ പെരുന്നാളിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഒന്നും വന്നിട്ടില്ല. അടുത്ത പെരുന്നാൾ ഇൻഷാല്ലാ എല്ലാവരും കൂടി ഒത്തുകൂടണം എന്നാണ് പ്ലാൻ. ഗായ്സ്, അപ്പം നമ്മുടെ പെരുന്നാൾ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ പെരുന്നാൾ വ്ളോഗെന്ന്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. അപ്പോൾ അതാണ് ഗൈസ്. ഈ വട്ടം എല്ലാവരും എന്താ നമ്മളിവിടെ ചാമാളിവിടെ എല്ലാവരും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഭയങ്കര അടിപൊളി അല്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്ന് ട്രെയിൻ പോകുന്നു. ഇവിടെ നിന്ന ട്രെയിൻ കാണിച്ചു ഇത്രയ്ക്ക് അടുത്താണ്. ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ കാണാം. അപ്പം എല്ലാവരും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഭയങ്കര അടിപൊളിയൊന്നും അല്ലായിരുന്നു. ഈ വട്ടത്തെ പെരുന്നാൾ ഭയങ്കര നോർമലൊരു പെരുന്നാൾ. ലൈക്ക് രാവിലെ എണീറ്റു, അമ്മമാരൊക്കെ പള്ളിയിൽ പോയി, ഫുഡ് കഴിച്ചു, ഡ്രസ്സൊക്കെ ഇട്ടു, പിക്ക് എടുത്തു. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഈ പെരുന്നാളിൽ. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പെരുന്നാളിലെ ബിരിയാണി കഴിച്ച് ക്ഷീണത്തിൽ ഉറങ്ങുന്ന ടീംസാണ് ഇതൊക്കെ. ഈ വട്ടത്തെ പെരുന്നാൾ ഇങ്ങനെ പോയി. അപ്പോൾ അടുത്തിനൊരു അടിപൊളി വലിയ പെരുന്നാളാവട്ടെ, അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഈ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ.